പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജൂൺ മാസം 8-ാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് ഒന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നടത്തിയത്. കരങ്ങളെ ഉയർത്തി കർത്താവിനോട് നന്ദി പറ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? കരങ്ങൾ ഉയർത്തി പിടിച്ചിട്ട് പറ, കർത്താവേ, കഴിഞ്ഞ രാത്രിയിൽ നല്ല ഉറക്കം തന്ന് ഞങ്ങളെ സൂക്ഷിച്ചതിന് സ്തോത്രം 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 സ്തോത്രം. രാവിലെ ആരോഗ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ചില്ലേ? കർത്താവിൻ്റെ കരങ്ങൾ ഉയർത്തി പറ, അപ്പാ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന്, സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് കർത്താവിന് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് കർത്താവിന് സ്തോത്രം. നമുക്ക് വിശ്വാസത്തോടെ പറയാം, അപ്പാ, ഈ പകൽക്കാലം ഞങ്ങളെ ജയോത്സവമായി അങ്ങ് നടത്തുന്നതിന് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. 47-ാം സങ്കീർത്തനം പറയുക, സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവീൻ, ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവീൻ. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ കൈ കൊട്ടി കർത്താവിനെ ആരാധിക്കണം ജയഘോഷത്തോടെ. ആമേൻ. ജയത്തിൻ്റെ ഘോഷം, ഈ വലിയ ജയം വരുമ്പോൾ ഭയങ്കര ഘോഷമുണ്ട്. അതുപോലെ ദൈവസന്നിധിയിൽ ആർത്തു വിളിക്കേണ്ടത്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ സന്തോഷിക്കാൻ പഠിക്കണം. കർത്താവിനെ ആരാധിക്കുമ്പോൾ ആമേൻ, നമ്മൾ ആരാന്നുള്ളത് മറന്നിട്ട് വേണം ദൈവത്തിന് സ്തോത്രം പറയാൻ. കൈകൊട്ടി ആർത്തു വിളിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതിൻ്റെ 6-ാമത്തെ വാക്യം പറയും, ദൈവത്തിന് സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ, നമ്മുടെ രാജാവിന് സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ. ദൈവം സർവ്വഭൂമിക്കും രാജാവാകുന്നു, ഒരു ചാതുര്യ കീർത്തനം പാടുവീൻ. ആമേൻ. ദൈവം ജാതികളെ ഭരിക്കുന്നു, ദൈവം തൻ്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ആമേൻ. വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിൻ ദൈവത്തിൻ്റെ ജനമായി ഒന്നിച്ചു കൂടുന്നു. ഭൂമിയിലെ പരിചകൾ ദൈവത്തിൽ നിന്നുള്ളവയല്ലോ. കർത്താവ് ഏറ്റവും ഉന്നതനായിരിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങളെ ഉയർത്തിയാട്ടെ, എല്ലാവരും കരങ്ങളെ ഉയർത്തിയാട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് അത്യുന്നതൻ, അങ്ങ് സർവ്വവല്ലഭൻ, അങ്ങ് സർവശക്തൻ, അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലാത്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവെ, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെ തന്നെയാണെങ്കിലും അതിന്മേൽ ഇന്ന് പകൽക്കാലം ദൈവിക അത്ഭുതം യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഞങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ അവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഉറങ്ങാതെ കരയുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ, അവൻ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ വരും രാത്രിയിൽ ഈ കുഞ്ഞുങ്ങൾക്ക് നല്ല സ്വസ്ഥമായ ഉറക്കമുണ്ടാകട്ടെ. രാത്രിയിൽ അവരുടെ ശരീരത്തിൽ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെങ്കിലും, അല്ലെങ്കിൽ എന്തൊക്കെ ഡിസ്റ്റർബൻസുകൾ ഉണ്ടെങ്കിൽ അത് ആ കുഞ്ഞുങ്ങളിൽ നിന്ന് മാറി അവർ സ്വസ്ഥമായി ഈ വരും രാത്രികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ സ്വസ്ഥമായി ഉറങ്ങട്ടെ. അതുപോലെ കർത്താവേ, ഈ പ്രഭാതത്തിൽ കർത്താവേ, ശാരീരികമായ ബുദ്ധിമുട്ടുകളിലൂടെ കഴിയുന്ന മറ്റെല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ആമേൻ, ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങൾ കർത്താവേ, നല്ല അനുഗ്രഹിക്കപ്പെട്ട ട്രീറ്റ്മെൻറ്റ് ലഭിക്കട്ടെ. അവർ പൂർണ്ണ സ്വസ്ഥരായി ആരോഗ്യത്തോടെ ഹോസ്പിറ്റലുകളിൽ നിന്ന് പുറത്തു വരട്ടെ. ദൈവിക അത്ഭുതം കർത്താവേ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. അതിനകത്തുനിന്ന് കർത്താവ് അവരെ പൂർണ്ണമായിട്ട് വിടുവിക്കുന്നതിന് സ്തോത്രം ചെയ്തു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ജോലിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. സാമ്പത്തിക ആവശ്യങ്ങളുടെ മുൻപിൽ കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണമേ. ഹല്ലേലൂയ. കർത്താവെ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും ദൈവകൃപയും കൊടുക്കണം. അതിന് പ്രിപ്പറേഷൻ അവർക്ക് വേണ്ടുന്ന കൃപ കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ട് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെട്ട് ആ കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും ദൈവിക കൃപയും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, മറ്റെല്ലാവരുടെയും ആവശ്യങ്ങളിൽ അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യണം. ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങൾ ചെയ്തതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു.
അവരെയും മാനിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 9:30 നമുക്ക് സ്പെഷ്യൽ ഓൺലൈൻ സർവീസ് ഉണ്ടാകും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ഒരു റിമൈൻഡർ സെറ്റ് ചെയ്യുക. ഇന്ത്യൻ സമയം രാത്രി 9:30 തക്ക സമയത്ത് ജോയിൻ ചെയ്യുക. നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ പാട്ടുപാടി കർത്താവിനെ ആരാധിക്കും, സാക്ഷ്യങ്ങൾ കേൾക്കും, ദൈവവചനം ധ്യാനിക്കും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും ഈ മീറ്റിംഗ് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. നിങ്ങൾ എത്ര തിരക്കിലാണെന്ന് പറഞ്ഞാലും കർത്താവിൻ്റെ കൂടെ അല്പസമയം ഇരിക്കാൻ സമയം മാറ്റിവെക്കുന്നത് നിങ്ങളുടെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് ഭയങ്കര അനുഗ്രഹമായിരിക്കും. ആമേൻ. അവൻ്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസങ്ങളെക്കാൾ വിലപ്പെട്ടതും ആമേൻ അനുഗ്രഹിക്കപ്പെട്ടതും വാല്യൂഡ് ആണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആമേൻ 1-1.5 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ കർത്താവിൻ്റെ കൂടെ ഇരിക്കുവാൻ നമുക്ക് അവസരം കിട്ടുമ്പോൾ അത് നിങ്ങൾ എന്നാ ചെയ്യുന്നത്, അതിനെ വാല്യൂ ചെയ്യാനും ആ സമയം തക്കത്തിൽ ഉപയോഗിക്കുവാനും ശ്രമിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം നമുക്ക് ഈ പ്രഭാതി വായിക്കാം. അവിടെ പറയുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. അപ്പോൾ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അതാണ് ഈ പ്രഭാതി പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. ആരെ നോക്കുക? യേശുവിനെ നോക്കുക. കരമുയർത്തി പറഞ്ഞ് യേശുവിനെ നോക്കുക. ആമേൻ. അനേക ദൈവമക്കൾ വിശ്വാസ യാത്ര ആരംഭിച്ചത്, അല്ലെങ്കിൽ വിശ്വാസ ജീവിതം ആരംഭിച്ചത് ഭയങ്കര അസാധാരണമായ ഫെയ്ത്തിൽ, പ്രത്യാശയിൽ ആരംഭിച്ചു. പക്ഷേ ഈ യാത്രയിൽ പലരും തളർന്നുപോയി. കാരണം അവർ മനുഷ്യരിലേക്ക് നോക്കി, സാഹചര്യങ്ങളിലേക്ക് നോക്കി, പ്രശ്നങ്ങളിലേക്ക് നോക്കി. പക്ഷേ നമ്മളോട് പറഞ്ഞത് ആരിലേക്ക് നോക്കണമെന്ന്? യേശുവിലേക്ക് നോക്കി വേണം യാത്ര ചെയ്യുവാൻ. നമ്മുടെ ലക്ഷ്യം യേശുവായിരിക്കണം. നമ്മുടെ മുൻപിൽ നമ്മൾ കാണേണ്ടത് യേശുവിനെയാണ്. കാരണം ആളുകളിൽ നോക്കിയവർ, സാഹചര്യങ്ങളിൽ നോക്കിയവർ, പ്രശ്നങ്ങളിൽ നോക്കിയവരൊക്കെ ഈ പോയ വഴിയിൽ അവൻ തളർന്നുപോയി. എന്നാൽ യേശുവിനെ നോക്കി യാത്ര ചെയ്തവർ അവരുടെ യാത്ര തുടരുന്നു, അവരുടെ യാത്ര ഫിനിഷ് ചെയ്യാൻ കഴിയും. അവൻ ആളുകൾ ഒരു പക്ഷേ പരാജയപ്പെട്ടു പോവാം, അവർ നമ്മളെ നിരാശപ്പെടുത്തി കളയാൻ സാധ്യതയുണ്ട്. ആമേൻ. സാഹചര്യങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് വന്നത് ചിലപ്പം ഓപ്പണായി കർത്താവിനെ കണ്ടപ്പം ചില വാതിലുകളൊക്കെ തുറന്നു, ആ വാതിലുകൾ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ആമേൻ, ആമേൻ. നമ്മുടെ കൂടെ നടന്ന വിശ്വാസികൾ ചിലപ്പോൾ തെറ്റുപറ്റി കാണും, ചിലപ്പോൾ നമ്മളെ നയിക്കുന്നവർക്ക് തെറ്റുപറ്റിപ്പോയി കാണും. പക്ഷേ ഇവർക്കൊക്കെ തെറ്റുകൾ പറ്റാം, ഇവരുടെയൊക്കെ സ്വഭാവത്തിന് മാറ്റം വരാം, പലതും സംഭവിക്കാം. പക്ഷേ വേദപുസ്തകം പറയുന്നു, യേശുവിന് മാറ്റം വരത്തില്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവനാണ്. സോ നമ്മുടെ കണ്ണ് മനുഷ്യരെ നോക്കിയിരിക്കുമ്പോൾ അവൻ നിരാശ വരാൻ സാധ്യതയുണ്ട്. അവൻ നമ്മൾ പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അവൻ പക്ഷെ നമ്മുടെ കണ്ണ് യേശുവിൽ മാത്രം നോക്കിയിരിക്കുകയാണെങ്കിൽ അവൻ ഉറപ്പായിട്ടും നമുക്ക് ധൈര്യവും വിശ്വാസവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുവാനിട വരും. നമുക്കറിയാം, നമ്മുടെ മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന പത്രോസ് വെള്ളത്തിൻ്റെ മുകളിൽ നടന്ന കഥ നമുക്കെല്ലാവർക്കും അറിയാം. പത്രോസ് വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്നു പോവുക. പത്രോസ് ആരെ നോക്കിക്കൊണ്ടാണ് പോകുന്നത്? യേശുവിനെ നോക്കിക്കൊണ്ടാണ് പോകുന്നത്. യേശുവിനെ നോക്കിക്കൊണ്ട് പോകുമ്പോൾ പത്രോസിന് തിരമാലയോ അല്ലെങ്കിൽ ഓളങ്ങളോ ഒന്നും പ്രശ്നമേ അല്ല. പത്രോസ് വെള്ളത്തിൻ്റെ മുകളിൽ നടക്കുക, വെള്ളം പാറയായിട്ട് നിൽക്കുക. പക്ഷെ പത്രോസ് പെട്ടെന്ന് കർത്താവിൽ നിന്ന് കണ്ണു മാറ്റി ഇപ്പുറത്ത് ഇങ്ങനെ ചിറ പോലെ നിൽക്കുന്ന വെള്ളത്തിലേക്കും വെള്ളത്തിൻ്റെ ഓളങ്ങളിലേക്ക് കാറ്റിലേക്ക് നോക്കിയപ്പോൾ എന്തുപറ്റി? പത്രോസ് മുങ്ങിപ്പോകാൻ തുടങ്ങി. വെള്ളം മാറിയില്ല, കാറ്റ് മാറിയില്ല, സാഹചര്യം മാറിയില്ല. പക്ഷെ പത്രോസിൻ്റെ ഫോക്കസ്, ദൃഷ്ടി മാറിപ്പോയി. ദൃഷ്ടി ആരിലേക്കായി? ദൃഷ്ടി സാഹചര്യങ്ങളിലേക്കായപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? മുങ്ങിപ്പോകുവാൻ കാരണമായി. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ആരിലേക്ക് നോക്കാവുള്ളൂ? യേശുവിലേക്ക് നോക്കുക, യേശുവിലേക്ക് നോക്കുക. വീണ്ടും ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, യേശുവിലേക്ക് നോക്കുക. ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലൻ 40 ദിവസം ദൈവജനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിന്നു. 40 ദിവസവും ഈ ദൈവജനം ആരെ കണ്ടു? ഗോലിയാത്തിനെ കണ്ടു ഭയപ്പെട്ടു പോയി. ദാവീദിൻ്റെ സഹോദരന്മാരും വന്ന് ഗോലിയാത്തിനെ നോക്കിയിട്ട് പേടിച്ചു പോയി. എന്നാൽ ദാവീദ് വന്ന് ഗോലിയാത്തിനെ നോക്കിയില്ല. ദാവീദ് വന്നിട്ട് ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്നും ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ദാവീദ് നോക്കുന്നത്. അല്ല ദാവീദ് ഗോലിയാത്തിൻ്റെ വലിപ്പമോ ഗോലിയാത്തിൻ്റെ കയ്യിലിരിക്കുന്ന പരിചയമോ ഗോലിയാത്തിൻ്റെ കയ്യിലിരിക്കുന്ന ആയുധമോ നോക്കാതെ ദൈവത്തെ നോക്കിയപ്പോൾ ദാവീദ് വിജയിച്ചു, ഗോലിയാത്ത് തോറ്റു. എന്നാൽ ഗോലിയാത്തിനെ നോക്കിയവരോ
അവർ തോറ്റുപോയി. അതുപോലെ ജെഹോശാഫാത്തിൻ്റെ മുമ്പിൽ ആമേൻ സൈന്യങ്ങൾ പ്രതികൂലത്തിൻ്റെ ആമേൻ കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ ജെഹോശാഫാത്ത് എന്ത് ചെയ്തു? ആമേൻ സാഹചര്യങ്ങളിലേക്ക് നോക്കാതെ ദൈവത്തിലേക്ക് നോക്കി. ആമേൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ആമേൻ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തേഫാനോസ് ആരെ നോക്കി? സ്തേഫാനോസ് ആ പീഡനത്തിലേക്ക് നോക്കാതെ, തൻ്റെ നേരെ വന്ന കല്ലുകളിലേക്ക് നോക്കാതെ ആരിലേക്ക് നോക്കി? സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ യേശു എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് ധൈര്യമായിട്ട് പൂർത്തീകരിക്കാൻ ആമേൻ ആർക്ക് കഴിഞ്ഞു? സ്തേഫാനോസിന് കഴിഞ്ഞു. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഹല്ലേലൂയ, ഓരോ ദിവസവും നിങ്ങളൊരു വചനത്തിലേക്ക് നോക്ക്. ആമേൻ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ആ വചനത്തിൽ നിന്ന് നിങ്ങളുടെ കണ്ണ് മാറ്റാതിരുന്ന് ഈ ലോകത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം, നമുക്ക് മുന്നേറാൻ കഴിയും. പാനിക്കാകാതെ പ്രാർത്ഥിക്കുക. ആമേൻ, നമ്മൾ പ്രശ്നങ്ങളെ കണ്ട് ഭയങ്കര അങ്ങ് ടെൻഷൻ അടിക്കാൻ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക. ദൈവവചനത്തെ ഉരുവിട്. ആമേൻ, ദൈവിക വാഗ്ദത്തങ്ങളെ ഉരുവിടുക. യേശുവിനെ മാത്രം നോക്കി ജീവിക്കുക. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ അത്ഭുതമായി മാറി. ഇന്ന് പ്രഭാതത്തിൽ അവൻ വിശ്വാസത്തിൽ വന്ന ദൈവത്തിൻ്റെ മക്കളെ, യേശുവിനെ മാത്രം നോക്ക്, യേശുവിലേക്ക് മാത്രം നോക്ക്, യേശുവിനെ മാത്രം ട്രസ്റ്റ് ചെയ്യും. നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടത്തില്ല. പിതാവേ, ഞങ്ങൾക്ക് തന്ന ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം, നല്ല സന്ദേശത്തിനായിട്ട് സ്തോത്രം. യേശുവിൽ മാത്രം ആശ്രയിച്ച്, യേശുവിൽ മാത്രം നോക്കി പ്രതിസന്ധികളെ അതിജീവിച്ച് ജയിക്കുവാൻ കർത്താവ് സഹായിക്കണം. ഈ മക്കളെ ബ്ലസ് ചെയ്യുന്നു. ആമേൻ. കർത്താവിൽ നിന്ന് ഫോക്കസ് മാറാതെ കർത്താവിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോകാൻ സഹായിക്കണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ, ആമേൻ, ആമേൻ, വർദ്ധിച്ചു പെരുകും. ആമേൻ. കരമുയർത്തി പറ, അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവി, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അപ്പം ഇങ്ങോട്ട് നോക്കിയേ, നിങ്ങൾക്ക് ഈ മെസ്സേജ് അനുഗ്രഹമായെങ്കിൽ കുറച്ച് പേർ കൂടെ ഒക്കെ ആമേൻ അയച്ചു കൊടുക്കണം കേട്ടോ. വൈറ്റ് മീറ്റിങ്ങിൽ പങ്കെടുക്കണം. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.